താഴുകില്ല താഴ്ത്തുകില്ലി ചെങ്കൊടി ജീവനുള്ള നാൾ വരെ താഴുകില്ല താഴുകില്ല താഴുകില്ലി ചെങ്കൊടി ജീവനുള്ള നാൾ വരയ്ക്കും താഴുകില്ല താഴ്ത്തുകില്ലി ചെങ്കൊടി. എൻ്റെ അപ്പം പുല്ലാകുന്നേ ഫിലിപ്പോസ് വിളിച്ചു പറഞ്ഞതായി മുദ്രാവാക്യം. ഞാൻ എത്രയോ തവണ ഏറ്റു വിളിച്ചിട്ടുണ്ട്. താഴുകില്ല താഴുകില്ല താഴുകില്ലി ചെങ്കൊടി ജീവനുള്ള നാൾ വരയ്ക്കും താഴ്ത്തുകില്ലി ചെങ്കൊടി. എൻ്റെ അപ്പം പോയി, എൻ്റെ കത്രീന പോയി, എൻ്റെ ആനി പോയി. ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ പ്രസ്ഥാനം എന്നെ തള്ളിപ്പറഞ്ഞു. സഖാവ് അലക്സ് ഇപ്പോൾ തടവുകാരൻ അലക്സായി. പക്ഷേ എന്നാലും ഞാൻ വിളിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഒരു വര വരച്ചാൽ തീരും നിന്റെയൊക്കെ ചാട്ടം. 5-8 കൊല്ലം കാത്തിരുന്നിട്ട് പ്രതികാരം ചെയ്യാമെന്നേക്കുന്നു. 10-15 ദിവസത്തേക്ക് പരോളി വന്നാ ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ. അതിനെന്തെങ്കിലും തടസ്സം നിന്നാ ആനയുടെ കൂടപ്പുറപ്പുകളാണെന്ന് ഞാൻ വിചാരിക്കില്ല. കത്തി പറഞ്ഞിരിക്കുന്ന ക്ഷവരം ചെയ്യും. മൂലക്കിട്ട് നന്നായി ചവിട്ടി കൂട്ടേണ്ടതാ. ജയിലിലെ നല്ലടപ്പാരാണെന്ന് ജയിൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഇപ്പൊ വിടും. പരോള് കാലം കഴിയുന്നവരെ ഇവിടെ കിടന്നെന്തെങ്കിലും അഭ്യാസം കാണിച്ചാ സാറേ ഞാനല്ല, സെമിത്തേരി വെച്ച് അവരായിരുന്നു. കൂടുതൽ വിശദീകരിച്ച് നീ ബുദ്ധിമുട്ടണ്ട. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ വന്ന് ചാടിയാൽ പറ്റോ? വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവന്മാരൊക്കെ നിന്നെ കൊടുക്കാൻ വേണ്ടി നടക്കുകയെന്നേ. നീ ആരോടാന്നേ ഈ പരിഭവം കാണിക്കണേ? ഞാൻ എൻ്റെ മോനെ കണ്ടൊരു 8 കൊല്ലമായി. അവനെ എന്നെ പരോളിൽ ഇറക്കിയത്. ഇപ്പോൾ വന്നിട്ട് 2 ദിവസമായി. എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുതരം കളിയാ. എന്തിനാ എൻ്റെ മോനെ എല്ലാവരും കൂടെ മറച്ചു വെച്ചിരിക്കുന്നത്? എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. അലക്സേ, നിന്നെ നീ പറയണ കേൾക്കുന്നേ. പ്രിൻസിപ്പാളിനെ അറിയാതെ അവിടെയാണ്. കമൻ. എന്താ മകനെ ഒന്ന് കാണാൻ വന്നത്. എന്താ കുട്ടിയുടെ പേര്? ഷൈൻ ഫിലിപ്പോസ്. ഓ, ഷൈൻ ഫിലിപ്പോസ്. മകൻ്റെ പഠിത്ത കാര്യം എന്തെങ്കിലെക്കുറിച്ചൊന്നും അറിയാവുന്നതാ. അവനിവിടെ ഇല്ല, ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി. ശിക്ഷയൊക്കെ കഴിഞ്ഞോ? പരോളിലാ. എന്തായി പോയിട്ട് അവനെ കണ്ടോ? ഇല്ല. വായിരിക്കെ കഴിക്കാം. എനിക്ക് വേണ്ട. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നുണ്ട്. അവനേതോ ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോയിരിക്കുമെന്ന് അവിടുത്തെ സാറന്മാർ പറഞ്ഞു. ഞാനേതായാലും അങ്ങോട്ടൊന്ന് പോവാ. അല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, അവന്മാരെയും കൂടെ കൂട്ടിക്കോ. ഓ, സാറേ, ഈ മേരി മാതാ സ്കൂളിലെ പിള്ളേരെ കാണാൻ എന്താ വഴി? അവരൊക്കെ കളി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ഇനി കളി കഴിയുന്നവരെ ഹോസ്റ്റലിലാണ് താമസം. എവിടാ ഹോസ്റ്റൽ? ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ വരും.
ആ റെഡി ബോയ്സ്. ചേട്ടാ അവര് പുറത്തേക്ക് പോയല്ലോ ചേട്ടാ. എപ്പോ വരുമെന്നറിയോ? അതറിഞ്ഞൂടല്ലോ ചേട്ടാ. അപ്പൊ ആ ചേട്ടാ ചേട്ടാ ചേട്ടാ, അടിവാരത്തേക്കുള്ള ബസ്സിനുണ്ടോ? ആ ലാസ്റ്റ് ബസ് വരാനുണ്ട്. ഇവിടെ നിർത്തുവോ? ഇവിടെ നിർത്തില്ല, ആ മൂല തിരിഞ്ഞവിടെ നീങ്ങി നിന്നാൽ മതി. ഇവിടെ ഒന്ന് കിടക്കുകയായിരുന്നു. അലക്സേ അലക്സേ ആ, അലക്സേ, നീ എപ്പോ വന്ന്? രാത്രിയായി. വിളിക്കായിരുന്നില്ലേ? തറയിലാണോ വന്നിരുന്നു ഉറങ്ങണത്? ഓ, അറിയാൻ കിടന്നു. അതിപ്പോ ഒരു ശീലമായിപ്പോയില്ല. എന്നാ വാ, ഞാൻ വന്നപ്പോൾ ഒരുപാട് വൈകി. പിന്നെ ആരെയും വിളിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കിടന്നു. എന്നാ വാ, അകത്തോട്ട് വാ. ഇവിടെ നല്ല മഞ്ഞുണ്ട്. മോളെ, ഉമ്മച്ചനോട് രണ്ട് ചായ എടുക്കാൻ പറ. പറയാം. ആ. സംസ്ഥാനത്ത് വീണ്ടും ATM കവർച്ച ശ്രമം. കൊറ്റാമൻ ജംഗ്ഷനിലെ ATMൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ ഇത് തന്നെയാണ് ഏർപ്പാട്. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരുന്നു. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അക്രമിയെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. എന്തായി? എന്താണെന്നും മിണ്ടാത്തെ? നിന്റെ ആ പഴയ അഭ്യാസം ഒന്നും ഇറക്കാൻ നോക്കണ്ട. കാശ് കിട്ടണം ഏത് വഴിക്കാണേലും. കേട്ടടാ? ആരെ കാണാനാ? എന്റെ മോനെ കാണാനാ. എന്നാ ഓട്ടാ കുരിപ്പിന്റെ ഇത്തവണ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാ സാറേ, എന്നാ പറ്റി? അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റ്. കഞ്ചാവ് വിൽപ്പന പ്രധാനപ്പെട്ട ജോലി. പിടി തരികയില്ല. ഇല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. അതെങ്ങനെയാ? അവന്റെ അപ്പ അമ്മയെ വന്നിട്ട് ജയിലിൽ പോയതല്ലേ? തന്തയും തള്ളയും വളർത്തിയിട്ട് മക്കൾ തന്നാവുന്നില്ല. പിന്നെ ആരില്ലാത്ത